ദേഷ്യം വന്നിട്ട് മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഡാഡിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സോഷ്യൽ മീഡിയ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം? നാട്ടുകാർ പറയണം നല്ലതാന്ന്. എന്റെ സ്കൂളിലെ ടീച്ചറും പറയാനുണ്ട് ഡാഡി ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്ന ആളെ പത്രത്തിൽ വരും, TV വരും, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വരെ വിളിച്ചു പറയും. കണ്ടു ഈ ചാരിറ്റിയുടെ പേര് മനുഷ്യനെ കളിപ്പിക്കാൻ നിന്നാലേ എന്റെ അധ്വാനമാണ് ഇരിക്കുന്നത്. ഇത് തിന്നിട്ട് എന്നെ തന്നെ കുത്തണം. നിങ്ങളുടെ കോള് കണ്ടപ്പോ എനിക്ക് സങ്കടം വരുമായിരുന്നു. പൊന്നമ്മ മതി. എന്ത് മതിന്ന്? ഉള്ള വീട് പൊളിച്ചു കളയാൻ പറഞ്ഞത് പിന്നല്ലാണ്ട് ഞാൻ താമസിക്കേണ്ടി വരൂല്ല. നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നോളും. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. മനുഷ്യൻ ഒരു രീതിയിലും പറ്റാത്ത എന്താണ് പറ്റാത്ത എന്താണ്ട് കയ്യാല കയറാൻ നിക്കരുതെന്ന് പറയും. വയ്യാത്ത പട്ടി. അത് തന്നെ ആയിക്കോട്ടെ. വയ്യാത്ത പട്ടി പറയാ ഈ നാക്കിന്റെ സാമർത്ഥ്യം കൂടെ ഇല്ലായിരുന്നെങ്കിൽ കർത്താവേ. അയ്യോ എന്റെ നാക്കുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം. അത് ഇങ്ങനെ വെറുതെ വളവള പറയാനേ കൊള്ളാവൂ. ഡാഡി കഴിച്ചിട്ട് പോകും. നിറഞ്ഞു മോളെ നിറഞ്ഞു. നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് സന്തോഷത്തോടെ എണ്ണം തരാൻ ആളുണ്ട്. വേണ്ടടി ഒരു തട്ടുകടയുടെ ഉദ്ഘാടനം ഉണ്ട്. ഞങ്ങൾ തുടങ്ങി കൊടുക്കുന്ന ഒരു തട്ടുകട. അവിടെ നിന്ന് 2 ദോശയിൽ നിന്ന് സമാധാനമുണ്ട്. ഈ ഇങ്ങനത്തെ ഇത് തിന്നണേന്നും അതാണ് നല്ല. ഇത് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, പുറത്തുനിന്ന് ആരോണ്ട് പറ്റിച്ച് തിന്നാൻ വേണ്ടി പോണതാണടി. നിന്റെ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ചാരിറ്റിയുടെ പേര് മനുഷ്യനെ കൂടായി പഠിച്ചു കഴിഞ്ഞാലേ ജാമ്യം പോലും കിട്ടത്തില്ല. അകത്ത് പോയി അഴി എണ്ണേണ്ടി വരും. അറിയോ? ആണെങ്കിലല്ലേ ഇത് കഴിഞ്ഞില്ല ഇതുവരെ. എന്താടാ പെണ്ണുമുള്ള എത്ര നേരമാണ് ഈ ഫർണിക്കാർ ഞാൻ കൈ ടൂരാൻ പെടുന്ന പാട്. എന്നെ കാത്ത് ഇടലിരുന്ന് വലിച്ചു പുളിച്ച് വിഷമിച്ച് അറിയണോ അല്ല അറിയണം. ഇതിനകത്തോട്ട് കൈയിടാൻ നിന്നോട് ആര് പറഞ്ഞു? പിന്നെ കൈയിടാ അതിനകത്തിരിക്കുന്ന ഡപ്പിപ്പാട്ട നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എടുത്തു തരും പറ. എന്നാ പിന്നെ അവന്റെ എന്റെ കൈയിട്ടാ പോലെ അങ്കിൾ എന്തിനാ കൈയിടാൻ പോയെ? ഞാൻ ആ ഡെപ്പി എടുത്ത് തരാനല്ലേടാ പറഞ്ഞോളൂ നിന്നോട്. അത് എന്റെ ഭരണി പോകും. പൊട്ടിക്കാൻ ഞാൻ കൈയെടുക്കും. എന്റെ ഭരണി പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾ നീച സ്ത്രീ പെണ്ണുമ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ ജയിപ്പിക്കാൻ കൊള്ളാവോ? ഈ ഭരണിയാണ് എന്റെ കൈയാണ്. നീ ഒന്ന് നിർത്തിക്കേ. ഇതിന്റെ ഉള്ളോട്ട് ഇത്രയും കൈ കുത്തി കയറ്റണമെങ്കിൽ നീ എന്തോരം പാടുപെട്ടു. അത്രയും കുത്തി കയറ്റുമ്പോ നിനക്ക് അറിയാൻ പാടില്ല എന്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റൂല എന്ന് റൊണാൾഡേ. ഞാനാണോ തെറ്റുകാരൻ? പിന്നല്ലേ നീ അവിടെ എങ്ങനെ പോയി നിന്നെ വലിക്കാം. എന്തിന് കൈ വേണ്ടേ? വേണ്ട. ഉടനെ ഭരണി അങ്ങ് പൊട്ടിക്കാൻ പോവാ. മുറുക്ക പിടിച്ചോ. നീ നിന്ന് നോക്കിക്ക. വാ ഇങ്ങോട്ട് പിടിച്ചോ. ഒച്ച എടുക്കാതിരിക്കേ. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇത്ര ഒന്ന് പോന്നോ? നിങ്ങൾ ഈ കമത്തി നോക്കാതാണ് ഇത്ര നേരം ഇത് ഊരാൻ നോക്കിയത്. പൊന്നോ, ഇപ്പൊ ഇതിന് വേണ്ടിട്ട് ഈ ഭരണി പൊട്ടിച്ചായിരുന്നെങ്കിൽ മാറിയില്ല അങ്ങോട്ട്. ഇത്ര നേരം കൊണ്ട് വലത്തേക്ക് കൈ പുകയുന്ന മുട്ട. എന്നാ പിന്നെ ഇപ്പൊ കഴിക്കണ്ട റൊണാൾഡേ. ഇപ്പൊ കഴിക്കണ്ട. കൈ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഇതാക്ക്. നാളെ